NPC തീർച്ചയായിട്ടും ഇത് വളരെ ഒരു വലിയ ഗ്രാൻഡ് പ്ലാൻ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കൃത്യമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് BJPയെ വളരെ ഒളിച്ച് എന്ന് പറയേണ്ടതില്ല, എങ്കിൽ പോലും ഒരു മിതമായ നിരക്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അതിനൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജോലി പ്രേമചന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് BJPക്ക് കടന്നുകൂടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനെ മറികടക്കാനുള്ള വലിയ വലിയ പ്ലാനുകൾ നമുക്കറിയാം. ഇപ്പം BDJSനെ പോലൊരു പാർട്ടി ഉണ്ടാക്കി അവർ കേരളത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, ഒരു ഗുണവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അവർ അത്രയും 2016 അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി കടന്നു വരുന്നത്. അപ്പോൾ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട്, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നേതാവാണ് പ്രേമചന്ദ്രൻ എന്നുള്ളത് ഗുരുതരമായ പരാമർശമാണ് ഷമ്മി നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ സ്റ്റെപ്പിനി എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പം പ്ലാൻ B A ഇല്ലെങ്കിൽ B എന്ന് പറയുന്നത് പോലെ കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് സംഘപരിവാർ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു പ്ലാൻ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ശശി തരൂർ പോലും രാമക്ഷേത്രം അവർ പള്ളി പൊളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ പള്ളി കൈമാറിയിരുന്നെങ്കിൽ എന്ന് പറയാം. അവിടെ ഹിന്ദുവിൻ്റെ വികാരമാണ് എന്ന് പറയുകയാണ്. അതിനോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അടുത്തടുത്ത് പല ആൾക്കാരും വരുന്നുണ്ട്. ഇത് ഇന്ന് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ 2024 കഴിഞ്ഞ് വീണ്ടും മൂന്നാമതൊരു മോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി അതിൻ്റെ അവരുടെ ആ ഒരു വിശ്വരൂപം നമുക്ക് മുന്നിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയിലെ ഈ ഘട്ടത്തിലെ പോയിന്റ് ഇപ്പോൾ ഷമ്മി പറഞ്ഞാൽ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇതൊരു ഗ്രാൻഡ് ഡിസൈനാണോ? ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട, അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട സാമാന്യം സ്വീകാര്യതയുള്ളൊരു രാഷ്ട്രീയ നേതാവാണോ പ്രേമചന്ദ്രൻ എന്നതാണ്.